മുസ്ലിം ലീഗിനെ കുറിച്ച് കുഞ്ഞാലിക്കുട്ടി പറയുന്നതാണോ അതോ വി ഡി സതീശൻ പറയുന്നതാണോ ശരിയെന്ന് അറിയാതെ ആകെ ആശങ്കയിലാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരാകെ. വി ഡി സതീശൻ പറയുന്നു 2021 UDF അമ്പെ പരാജയപ്പെട്ടപ്പോൾ ലീഗ് വരെ UDFനെ ഉപേക്ഷിച്ചു പോകാൻ ഒരുങ്ങിയിരുന്നു, UDFനെ വിട്ട് കളം മാറ്റി ചവിട്ടാൻ അവർ ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെയാണ് സതീശന്റെ വാദം. അങ്ങനെ സതീശന്റെ വാദം വിശ്വസിച്ച ചില മാധ്യമപ്രവർത്തകർ PK കുഞ്ഞാലിക്കുട്ടിയെ കണ്ടപ്പോൾ ചോദിച്ചു, ഇങ്ങനെ വി ഡി സതീശൻ പറയുന്നുണ്ടല്ലോ, എന്തെങ്കിലും വാസ്തവമുണ്ടോ? കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, സതീശൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സതീശനോട് തന്നെ അതിന്റെ മറുപടിയും ചോദിക്കണം, ഞങ്ങളോട് ചോദിക്കരുത്. കാരണം അതിനകത്ത് അണ്ടർസ്റ്റുഡ് ആണ്, അടിവരയിട്ട് പറയുകയാണ്, വി ഡി സതീശൻ എന്ന മഹാകള്ളൻ, മഹാനുണയനായ ഒരു നേതാവ്, അങ്ങനെ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തും പറയും. അപ്പോൾ ആരെ വേണമെങ്കിലും ഒറ്റുകൊടുക്കും. അതുകൊണ്ടാണ് UDFിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ പോലും ഒറ്റുകൊടുത്തത്. എന്തിനാണത് പറഞ്ഞതെന്ന് കൂടി ചിന്തിക്കണം. വി ഡി സതീശൻ തൻ്റെ ഗരിമ, താൻ വരുമ്പോൾ ചിന്നിച്ചിതറിക്കിടന്ന UDFനെ താൻ ഇങ്ങനെ ചേർത്ത് നിർത്തി എന്ന ഗരിമ അടിക്കാൻ വേണ്ടിയാണ് സതീശൻ തള്ളിയത്. കുഞ്ഞാലിക്കുട്ടിയും സംഘമൊക്കെ UDF വിടാൻ തീരുമാനിച്ചിരുന്നു എന്ന തള്ളൽ, അവരെ പോലും ഞാൻ പിടിച്ചു നിർത്തി, എന്നിട്ട് ഇത്രയും കരുത്തുറ്റ കെട്ടുറപ്പുള്ള മുന്നണിയാക്കി മാറ്റി എന്ന തട്ടിപ്പ് പറയാൻ, കള്ളം പറയാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ എന്ന തൻ്റെ സ്വാർത്ഥത വിജയിപ്പിക്കാൻ വേണ്ടിയാണ് കുഞ്ഞാലിക്കുട്ടിയെയും കൂട്ടരെയും തള്ളി പറഞ്ഞത്. ഇത് കുഞ്ഞാലിക്കുട്ടിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ പോയി സതീശനോട് തന്നെ ചോദിക്കാം. പിന്നെ ഇതിനകത്ത് മുങ്ങിപ്പോണ ചില കാര്യങ്ങളുണ്ട്. ഈ തമ്മിലടി ലീഗും കോൺഗ്രസും, ഈ സതീശന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കെതിരെ ലീഗ് നേരത്തെ തന്നെ കൊടി ഉയർത്തിയതാണ്. ലീഗും സതീശനും തമ്മിലുള്ള അടി, അതുപോലെ PJ ജോസഫും UDFും തമ്മിലുള്ള അടി, കോൺഗ്രസിനുള്ളിൽ തന്നെ K സുധാകരനും ഈ ഇലക്ഷൻ സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്ന ആളുകളും തമ്മിലുള്ള അടി. ഈ തമ്മിലടിയൊന്നും മാധ്യമങ്ങളിൽ വരുന്നില്ല. തമ്മിലടിയൊക്കെ ഗംഭീരമായിട്ട് നടക്കുകയാണ്. കാരണം തമ്മിലടിയൊന്നും പുറത്തു വരാത്തതിന് കാരണവും വി ഡി സതീശന്റെ നുണപ്രയോഗങ്ങളാണ്. വേറൊന്നുമല്ല, വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ട ഉടനെ സംസാരിക്കാൻ തയ്യാറെടുക്കും. നിങ്ങൾ ഏതാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒന്ന് മുട പറയാൻ നോക്കും. എന്നിട്ട് ഒരു 5-6 കള്ളം അങ്ങ് പടപടപടപടേന്ന് അടിച്ചിട്ട് തരും. ഇതിൽ ഏതാണ് ശരി ഏതാണ് കള്ളമെന്ന് വ്യാഖ്യാനിച്ച്, അല്ലെങ്കിൽ അടുത്ത ചോദ്യം വരുന്നതിന് മുമ്പേ സതീശൻ അവിടെ നിന്ന് പൊടി തട്ടി പോവുകയും ചെയ്യും. പിന്നെ ഈ കള്ളത്തിന്റെ മുകളിലാണ് അന്നത്തെ ദിവസത്തെ വാർത്ത ഓടുന്നത്, കോൺഗ്രസ് വാർത്ത ഓടിപ്പോകുന്നത്. അതുകൊണ്ട് ഈ തമ്മിലടി റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് കഴിയാതെ പോകുന്ന ദുരവസ്ഥയുമുണ്ട്. ഏതായാലും കുഞ്ഞാലിക്കുട്ടിയോടും മുസ്ലിം ലീഗിനോടും ചെയ്ത ചതിവ് കുഞ്ഞാലിക്കുട്ടി ഒന്നും മറക്കാനിടയില്ല. അതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി കൃത്യമായി പറഞ്ഞത്, നിങ്ങൾ പോയി അയാളോട് തന്നെ ചോദിക്കാൻ. ഈ മറുപടി കേട്ടെങ്കിൽ സതീശൻ കുറച്ച് ബോധത്തോടു കൂടി സംസാരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.